യൂസഫക്ക, നമ്മള് ഈ ധർമ്മജന്റെ വീടിനടുത്ത് ഒരിക്കൽ രാത്രി ഒരു മരിച്ചു വീട്ടിൽ പോയത് ഓർക്കുന്നുണ്ടോ? ഓർമ്മിക്കല്ലേ, സത്യത്തിൽ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ചിരിച്ചുപോയി. ഏതൊരു അപ്പാപ്പനാണ്, ഇവന്റെ ബന്ധമൊന്നുമല്ല, ഒരു പരിചയക്കാരൻ ഒരു അപ്പാപ്പൻ മരിച്ചു. അപ്പം ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ അപ്പാപ്പൻ ഒരു പരിചയക്കാരൻ ഒരു അപ്പാപ്പൻ ഇവിടെ ഫ്ലാറ്റിൽ മരിച്ചിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ മോശം. ചിലപ്പോൾ വന്നിട്ട് ഇവിടെ വന്നത് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷാർട്ടുണ്ട് ആരുണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്നു. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ രാത്രി 2 മണിയായി ചെന്നപ്പോൾ ഒരു ഫ്ലാറ്റിൽ ഒരു ഹാളിൽ ബോഡി കിടത്തേക്കുക. ഒരു ബോഡിയല്ല, 12 ബോഡി. ഒരു കറക്റ്റ് ബോഡിയും ബാക്കിയൊക്കെ അവിടുത്തെ ആ വീട്ടിലെ ആളുകളും കിടക്കണതാണ് ഒരുമിച്ച്. ബോഡിയുടെ ഇത് ഏതാണ് ബോഡി എന്നുള്ളത് കൺഫ്യൂഷൻ ആയി പോയി. കാരണം എന്തറിയോ, എല്ലാവരും ചിലയൊക്കെ വെള്ളത്തുണി വിട്ട് പോയിച്ചിട്ടുണ്ട്, ചിലയൊക്കെ കാവ്യത്തുണി ഇട്ടുണ്ട്. ഇത് ആരാണ് പിന്നെ ഒരാളിങ്ങനെ നേരെ കിടക്കണ പുള്ളിയാണ് മരിച്ചതെന്ന് മനസ്സിലായി. എങ്കിലും തൊട്ടടുത്ത് കിടക്കണ ചേട്ടാ വിളിച്ചിട്ട്, ചേട്ടാ ഞങ്ങൾ ബോഡി കാണാൻ വേണ്ടി വന്നു. അപ്പോൾ പുള്ളി ഞാനല്ല എത്തത്, ഏഴായത് അത് അയാൾ അവിടെ കിടക്കണം, ഞാൻ ക്ഷീണം കൊണ്ട് കിടക്കുന്നതാണ്. എന്റെ ബന്ധുക്കളല്ലേ 12 പേര് നിരന്ന് കിടക്കുക. അതിലേതോ ഒരെണ്ണം ബോഡിയാ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ബോഡി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് പദപ്രശ്നം കൊടുക്കേണ്ട പോലെ ഏതാടാ ബോഡി? കാരണം ഈ സമയമല്ല 2 മണിക്ക് യൂസഫൊക്കെ തട്ടി വിളിച്ചപ്പോ എണീറ്റ ആള് അതിന്റെ അപ്പുറത്ത് കിടക്കണ ഞാൻ ക്ഷീണം കൊണ്ട് കിടക്കുവാന്ന്. അതായത് പുള്ളി വർത്താനം പറയുന്ന സ്ഥിതിക്ക് മരിച്ചു കിടക്കുവാന്ന് നമ്മൾ വിചാരിക്കൂലല്ലോ. പുള്ളി പറയാ ഞാൻ മരിച്ചു കിടക്കുവല്ല, ഞാൻ ക്ഷീണം കൊണ്ട് കിടക്കുവാ. യൂസഫ് പറയുന്ന ഓരോ കഥകളും ഇവിടെ ഒന്നും അവസാനിക്കുന്നതല്ല. എന്നാലും ഞാൻ ഈ ചിരിയുടെ സന്തോഷത്തോടു കൂടി ഞാൻ പറയാണ് ഈ എക്സലൻസ് അവാർഡ് കൊടുക്കുന്നതിനായിട്ട് രമേശ് ചേട്ടനെയും ധർമ്മജൻ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഥകൾ, ഒരുപാട് ട്രിപ്പുകൾ പോയതിൻ്റെ കഥകൾ ഇഷ്ടംപോലെ ഉണ്ട്. പറഞ്ഞാൽ തീരാത്തത്രയും കഥകളുമായിട്ടാണ് യൂസഫക്ക നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേട്ട് ചിരിച്ചിട്ട് കണ്ണീന്ന് വെള്ളം വന്നു ചോദിക്കാം. പലതരത്തിൽപ്പെട്ട അനുഭവങ്ങളും കഥകളും പറഞ്ഞ് ചിരിച്ച് കവിള് വേദന എടുക്കുന്ന അത്രയും തമാശകൾ പറയുന്ന ഒരു പ്രതിഭയാണ് യൂസഫക്ക. അദ്ദേഹത്തിന്റെ മ്യാവ് എന്ന് പറയുന്ന സിനിമയിൽ വലിയ വേഷമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. യൂസഫക്കയുടെ ഒരു സാന്നിധ്യം, ഒരു തമാശ പ്രോഗ്രാമിൽ യൂസഫക്കയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഗംഭീരമായിരിക്കും. അദ്ദേഹം ഒരു കണ്ടന്റ് പറയാതെ, ഒരു കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാതെ അവിടെ ഒന്നും പോവില്ല. ഒപ്പമുണ്ടെങ്കിൽ വലിയ ചിരികൾ എല്ലാവർക്കും സമ്മാനിക്കുന്ന ഒരു പരാതിക്കാരനല്ലാത്ത ഒരു മികച്ച പ്രതിഭ. അദ്ദേഹം സാന്നിധ്യം കൊണ്ട് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ വേദിയെ ധന്യമാക്കിയതിന് അദ്ദേഹത്തോടുള്ള ഫൺസ് അപ്പോൺ എ ടൈം ടീം അംഗങ്ങളുടെയും അമൃത TVയുടെയും നന്ദി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ 10-25 വർഷത്തിലധികമായി ഒരുപാട് മലയാളികളെ പലതവണ ചിരിപ്പിച്ചതിന് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഒരു ആദരവ് നൽകുകയാണ്. അത് ഏറ്റുവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുന്നു.